കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഡിഫമേഷൻ കേസിൽ പരാമർശം വരികയുണ്ടായി. ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് അത്. നിങ്ങൾ യഥാർത്ഥ രാജ്യസ്നേഹിയാണെങ്കിൽ ഇങ്ങനെ പറയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് പരാമർശങ്ങൾ നടത്തി. ഇപ്പോൾ ഇത് വലിയ ചർച്ചയാണ്. എന്താണ് ഈ കേസും എന്താണ് ഇതൊന്ന് വിശദീകരിക്കാം. ഷിബിലി യഥാർത്ഥ രാജ്യസ്നേഹിയാണെങ്കിൽ ഇങ്ങനെ പറയില്ല എന്നുള്ളതല്ല. നിങ്ങളൊരു ട്രൂ ഇന്ത്യൻ ആണെങ്കിൽ, ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ഇന്ത്യക്കാരൻ ആര് എന്നൊന്നും കോടതിക്ക് തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്നും കോടതിക്ക് തീരുമാനിക്കാനും കഴിയില്ല. ഇത് യഥാർത്ഥത്തിൽ ദീപാങ്കർ ദത്തയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ബെഞ്ച് സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫമേഷൻ ഹർജി പരിഗണിക്കായിരുന്നു. ആ ഡിഫമേഷൻ വന്നത് 2015 ഗാൽവാൻ താഴ്വരയിൽ. ഈ ഗാൽവാൻ താഴ്വര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലഡാക്കിനടുത്തുള്ള ഒരു താഴ്വര. അത് നമ്മുടെ ചൈനക്കൊക്കെ വലിയ താല്പര്യമുള്ളൊരു മേഖലയാണ്. കാരണം ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒരു ഇക്കണോമിക് കോറിഡോർ പോകുന്നൊരു വഴിയാണ് അതെന്ന് പറയുന്നത്. അവിടേക്ക് 6000 കോടി രൂപയ്ക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ബാക്കിയുള്ളത് കേൾക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേഖലയിൽ നമ്മുടെ ഈ ചൈനീസ് പട്ടാളവും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ ഒരു ആക്രമണം ഉണ്ടായി. ആക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോമ്പാക്ട് എഗ്രിമെൻ്റ് ഒക്കെ ഉള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഫൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇപ്പോൾ അവിടുത്തെ SP തന്നെ ഒരു തവണ പുറത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 66 പട്രോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. 66 പട്രോളിംഗ് സ്റ്റേഷൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ 22 എണ്ണമായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് ഇന്ത്യയുടെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. കാരണം നമ്മുടെ സ്ഥലം അവർ കയ്യേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കർ അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഗാൽവാൻ താഴ്വരയിൽ 2015 മുമ്പുള്ള ഒരു സ്ഥിതി പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ നമ്മുടെ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ ഡിഫമേഷൻ കേസ് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് രാജസ്ഥാനിലൂടെ നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഗാൽവൻ താഴ്വരയിൽ 2100 വരുന്ന സ്ക്വയർ കിലോമീറ്റർ, 2100 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചൊരു ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. പിന്നെ അതുകൂടാതെ അവിടെയുള്ള നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാർ അവർ യഥാർത്ഥത്തിൽ കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയും തൊഴിയും കൊണ്ട്, ചൈനീസ് പട്ടാളക്കാരുടെ അടിയും തൊഴിയും കൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു വാചകത്തിൽ പിടിച്ചുകൊണ്ട് ഉദയ് ശങ്കർ എന്ന് പറയുന്ന ഒരു ശ്രീവാസ്തവ, അദ്ദേഹം ഒരു BROയിലെ കേണൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. BRO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബോർഡറിൽ റോഡൊക്കെ പഠിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുത്തു, ഡിഫമേഷൻ, അതായത് ഞങ്ങളെ പോലെയുള്ള പട്ടാളക്കാർക്ക് ഇത് നാണക്കേടാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ആ കേസാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മിക്കവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ജഡ്ജി ഈ ദീപാങ്കർ മേത്ത എന്ന് പറയുന്ന ആൾക്ക് BJPയോട് എന്തെങ്കിലും ചായ്വുള്ളത് കൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ രാഹുൽ ഗാന്ധി എടുത്തിട്ട് ഇതുപോലെ അപമാനിച്ചൊന്നുമല്ല. ദീപാങ്കർ മേത്തയുടെ കൽക്കട്ടയിൽ നിന്നുള്ള ഒരു ജഡ്ജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയമനം സുപ്രീം കോടതിയിലേക്കുള്ളത് കുറേ കാലം ഗവൺമെൻറ് വെച്ച് വൈകിപ്പിച്ചതിൻ്റെ കാരണം ഇദ്ദേഹം കുറച്ചുകൂടി ശുദ്ധനായിട്ടുള്ള, അതായത് സത്യസന്ധമായി വിധികൾ പ്രഖ്യാപിക്കുന്ന ഒരു ജഡ്ജി ആയതുകൊണ്ട് ഒരു കാരണവശാലും ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകരുതെന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനെ ഒരു ഡിലേ വരുത്തിയിട്ടാണ് ഇദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പിന്നെയും എന്തുകൊണ്ട് ജഡ്ജി ഇത് പറഞ്ഞു എന്ന് നമുക്ക് തോന്നാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജഡ്ജി പറഞ്ഞത് ഈ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് നമ്മുടെ ജഡ്ജിമാർ കൂടി വശംവദരായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതേ ജഡ്ജി തന്നെയാണ് ഈ സവർക്കറെ കുറിച്ചുണ്ടായി ഇതുപോലെ തന്നെ ഒരു ഡിഫമേഷൻ കേസ് ഉണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കേസിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം ഈ വർഷം തന്നെ ഏതാണ്ട് 3 കേസുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഡിഫമേഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇതേ കോടതി കേൾക്കുന്നത്. ഈ കേസിലും യഥാർത്ഥത്തിൽ ഈ പരാമർശമൊക്കെ നടത്തിയെങ്കിൽ പോലും ഈ നടപടികൾ സ്റ്റേ ചെയ്യുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഇൻ്ററിം ഓർഡറേ വന്നിട്ടുള്ളൂ, ഫൈനൽ ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫൈനൽ ഓർഡർ വരാത്തതിൻ്റെ കാര്യം അവിടെ മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ ഒരു സിറ്റിങ്ങിന് മേടിക്കുന്നത്, ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ലോട്ടറി കേസ് വായിച്ചത് അദ്ദേഹമാണ് ഉണ്ടാകും. ഒരു ദിവസം മാത്രം അദ്ദേഹം വന്നിട്ട് പോയി താജ് ഗേറ്റ് വേയിൽ താമസിച്ചതിന് അദ്ദേഹത്തിന് ഹോട്ടൽ ബില്ല് കൊടുത്ത് 68,800 രൂപയാണ് ഒരു ദിവസം. അദ്ദേഹത്തിന് മെഴ്സിഡസ് ബെൻസ് കാർ അറേഞ്ച് ചെയ്തടക്കം എല്ലാം കൂടി കൂട്ടി 68,800 രൂപയാണ്. പ്ലസ് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് ഏതാണ്ട് 2 കോടി രൂപ എടുത്താണ്. അപ്പോൾ അതുപോലെയുള്ള അഡ്വക്കേറ്റാണ്. കൂടാതെ അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം ഫ്രീ ആയിട്ടായിരിക്കും ഹാജരായിട്ടുണ്ടാവും. അദ്ദേഹം ഹാജരായി.
അദ്ദേഹം അവിടെ ഉന്നയിച്ചത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇത് നമുക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അത് അഫക്റ്റഡ് പാർട്ടിക്ക്, അതായത് അഗ്രീവ്ഡ് പാർട്ടിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയല്ല എന്നുള്ളതാണ് ഒരു കാര്യം ഉന്നയിച്ചത്. രണ്ടാമത്തേതാണ് കുറച്ചുകൂടി ഗൗരവമുള്ളത്. കാരണം ഈ പാർട്ടിയെ വിളിക്കുകയും വിസ്തരിക്കുകയും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ട് മാത്രമേ കേസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ നിങ്ങളത് റേസ് ചെയ്തോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു വെർബൽ സംഭാഷണങ്ങൾക്കിടക്കാണ് ഷിബിലി എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് വരുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള കാര്യമൊക്കെ അതിൻ്റെ പിന്നിൽ ചില വസ്തുതകളൊക്കെ ഉണ്ടാവും. പക്ഷെ തെളിവൊന്നും കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണമെന്ന് ഇല്ല. പിന്നെ ഒരു ഗവൺമെൻറ്റും അതങ്ങനെ തുറന്ന് ആക്സെപ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പം ഇദ്ദേഹത്തോട് നേരത്തെ ഈ കോടതി ചോദിക്കുന്നത് നിങ്ങൾക്ക് പാർലമെൻറ്റിൽ ചോദിക്കാതിരുന്നില്ല എന്നാണ്. പാർലമെൻറ്റിൽ ചോദിച്ചാൽ മറുപടി കിട്ടുമില്ല എന്നൊക്കെയുള്ള വേറൊരു കാര്യമാണ്. ഓക്കെ, പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് BJP തന്നെ ഒരു MP ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാമോ? ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അതായത് ആൻസർ അവിടെ നിന്ന് പറയിപ്പിച്ചാൽ അത് പാർട്ടിക്ക് ഗുണകരമാകുന്നു. അതായത് ആൻസർ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ പറയിക്കാൻ വേണ്ടി കൊടുക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഈ പറയുന്ന 32,000 സ്ക്വയർ കിലോമീറ്റർ പണ്ട് 1965 ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ചൈനയുടെ കയ്യിലാണ്. അന്ന് ഭരിക്കുന്ന ആരാണ്? നെഹ്റു ആണ് കേട്ടോ. അപ്പം നെഹ്റു അന്ന് ഈ അക്സായിച്ചാൻ മരുഭൂമി എന്ന് പറയുന്ന ഡെസേർട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള ഒരു ഡെസേർട്ട് അത് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും കുഴപ്പമില്ല എന്ന് പാർലമെൻറ്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളത് ആലോചിച്ചോ, ഇന്ത്യയുടെ ഭൂമി അവർ കൊണ്ടുപോയതാണ്, അത് ഒരു പുല്ല് പോലും കിളിർക്കാത്ത ഭൂമിയാണ്, അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിലെടുത്ത് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തത് ഞാനങ്ങനെ വായിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ തിരിച്ചൊരു മറുപടി നെഹ്റുവിനെതിരെ കൊടുത്തിട്ടുണ്ട്. ആ ചോദിച്ചത്, നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലുമില്ല എന്ന് പറഞ്ഞ് മുടി തലവെട്ടിക്കൊണ്ട് ആരെങ്കിലും പോയാൽ കുഴപ്പമില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് പാർലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ഗവൺമെൻറ്റുകൾക്കും നേരിട്ട് വന്ന് കൃത്യമായിട്ട് ഓക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സോറി ഒരു കയ്യബദ്ധം പറ്റിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ടെറിട്ടറി അവരുടെ കയ്യിലാണ് എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും സമ്മതിക്കാനും പറ്റില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവർ വലിയ എക്കോണമിയാണ്, വലിയ ശക്തിയായിട്ടുള്ള രാജ്യമാണ്. ഇങ്ങനെ പല കൺസിഡറേഷനും അല്ലെങ്കിൽ പല ചർച്ചകളിലൂടെ മാത്രമേ ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ജയശങ്കർ തന്നെ പറഞ്ഞേക്കണം 30-ലധികം ചർച്ചകൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ആളുകൾ സംസാരിക്കുന്നൊന്നുമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണ്? ആ വിഷയം ഇപ്പോൾ ഇന്ത്യയുടെ 32,000 സ്ക്വയർ കിലോമീറ്റർ അപ്പുറത്ത് പോയോ ഇന്ത്യൻ പട്ടാളക്കാർക്ക് അടിയേറ്റോ ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പ്രശ്നം കോൺഗ്രസ് രാഷ്ട്രീയമായി ഉയർത്തേണ്ട മുദ്രാവാക്യങ്ങളിൽ പെടുന്നതല്ല ഷിബിലി. ഇതൊക്കെ ഒരു തീവ്ര ദേശീയതാവാദമാണ്, ഒരു കൾച്ചറൽ നാഷണലിസവും സാംസ്കാരിക ദേശീയതയും ഒരു തീവ്ര ദേശീയവാദവും ഒക്കെയാണ് BJPയുടെ മുദ്രാവാക്യം എന്നുള്ളത് ശരിയാണ്. ആ മുദ്രാവാക്യത്തെ ഒന്നുകിൽ ഫൈറ്റ് ചെയ്യേണ്ടത് അതിഗംഭീരമായി ഫൈറ്റ് ചെയ്യാൻ ആർക്ക് കഴിയണം? ഈ രാഹുൽ ഗാന്ധിക്ക് കഴിയണം. മനസ്സിലായോ? ആ കഴിയണതിന് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞ് കോടതിയിലേക്ക് വേണ്ട. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് 32 കേസുണ്ടെന്ന് പറയുന്നു, 40 കേസുണ്ടെന്ന് പറയുന്നു, ഇത്തരത്തിൽ നിരവധി കേസുകളുണ്ട്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സ്വന്തം സംഘടന വളരെ സ്ട്രോങ് ആണെങ്കിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് വരികയാണ് ചെയ്യേണ്ടത്. ഞാൻ പറയണത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറയേണ്ടത് ഞാനൊരു കോടതിയിലേക്ക് പോകുന്നില്ല, ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല, ഒരു കോഷ് ചെയ്യാനും ശ്രമിക്കുന്നില്ല, നിങ്ങൾ ഈ ഡിഫമേഷൻ കേസിൽ എന്നെ പിടിച്ച് എന്ത് ചെയ്യൂ? ഗവൺമെന്റ് വലിയ സമ്മർദ്ദത്തിലായി പോകും. മനസ്സിലായി? ഇത് ഇദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു പ്രൈവറ്റ് അന്യായമാണ്, ഗവൺമെന്റിന് പങ്കില്ലെന്നൊക്കെ പറയാം ആർക്ക്? ഈ പറയുന്ന കേണലായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. പക്ഷെ എങ്കിൽ പോലും ഇത്തരം കേസുകളിൽ അത്തരം നിലപാടെടുത്താൽ എന്ത് ചെയ്യും? വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ നിയമപരമായി നേരിടുമെന്നതിനേക്കാൾ ഇത് രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു ഇച്ഛാശക്തിയും ആർജവുമുള്ള പാർട്ടിയാക്കി കോൺഗ്രസിനെ ബിൽഡ് ചെയ്യണം. അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല. അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? രാഹുൽ ഗാന്ധി ഉയർത്തേണ്ട മുദ്രാവാക്യങ്ങൾ ഏത് എന്നൊക്കെയുള്ളത് രാഹുൽ ഗാന്ധിക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടാണ് അഡ്വൈസ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, പല കാര്യങ്ങളിലും ചില മിസ്റ്റേക്കുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തെ 2020 പാസ്സാക്കിയിട്ടുള്ള കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് സമരങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും, അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഒക്കെ ഒരു പൊതുസമ്മേളനം പ്രസംഗവും പറ്റിയതാണ്, കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ 2019 അരുൺ ജെയ്റ്റ്ലി മരിച്ചിരുന്നു. 2019 അരുൺ ജെയ്റ്റ്ലി
മരിച്ചു. അപ്പോൾ ചോദിക്കും ഇത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണെന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇതുപോലെയുള്ള ചില ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ഗോവയിൽ നിന്നുള്ള മനോഹർ പരീക്കർ എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഇതുപോലെ തന്നെ അദ്ദേഹത്തെ മറ്റൊരു സന്ദർഭത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അസുഖബാധിതനായിട്ട് അദ്ദേഹം വന്ന് അതിനെ ന്യായീകരിക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ BJPക്ക് സംഭവിക്കുന്നുണ്ട്. BJP ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി ഒരു തവണ ഞാൻ മറ്റേ ഒരു പിക്ചർ എടുത്തു, എന്നിട്ട് ഏറ്റവും ആദ്യമായിട്ട് വാജ്പേയിക്ക് ഇമെയിൽ അയച്ചു കൊടുത്തു, വാജ്പേയി അത് കണ്ട് ഞെട്ടി എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഇമെയിൽ വന്നിട്ടില്ല. മറ്റേ നരേന്ദ്രമോദി പറയുന്നത് അദ്ദേഹം പഠിച്ചത് എൻറ്റയർ പൊളിറ്റിക്സ് ആണെന്നാണ്. ഈ എൻറ്റയർ പൊളിറ്റിക്സ് ഡിഗ്രി ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലുണ്ടോ, കൂടാര പഠിച്ചതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പക്ഷേ പ്രചരണത്തിന് ഉപയോഗിക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സന്നദ്ധമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു, ഞാൻ വിശദമായി പല അഭിഭാഷകരോടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ ഇത് ഒരു നിയമപരമായ പോരാട്ടം മാത്രമല്ല, വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി ഓരോ കേസിനെയും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്തുകൊണ്ടിരിക്കും. അതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം വെച്ചുകൊണ്ട് സൈന്യത്തിനെതിരെ രാജ്യസ്നേഹത്തിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആളുകളെ രാജ്യദ്രോഹിയെ ചിത്രീകരിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഷിബിലി അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിപ്പോൾ കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയണം? കോൺഗ്രസ്സിന് കഴിയണം. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ഇപ്പം ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുകയും അവിടെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷനും കോടതികളും എല്ലാം വളരെ ഭംഗിയായി പ്രവർത്തിക്കുള്ളൂ. അതിനുള്ളൊരു സാഹചര്യമില്ലാതെ വളരെ കൃത്യമായിട്ട് ഒരു ഇലക്ടഡ് ഓട്ടോക്രസിയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അടുത്ത 10 കൊല്ലമോ 25 കൊല്ലമോ ഇവർ തന്നെ ഭരിക്കുമെന്നൊക്കെ തോന്നിയാൽ പോലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചില ചായ്വുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രതീക്ഷിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഈ കോടതിയിലല്ല പറയട്ടെ, പല കോടതികളിൽ നിന്നും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം മുംബൈ അറ്റാക്ക് 2011 മുംബൈ മറ്റേ ആക്രമണം ഉണ്ടായപ്പോൾ 2011 അന്ന് നരേന്ദ്രമോദി തന്നെ വന്ന് അതിനിശ്ചിതമായിട്ടുള്ള പ്രസ്താവനകളാണ് ഗവൺമെന്റിനെതിരെ ഇറക്കിയത്. ഇത് ഗവൺമെന്റിനെതിരെയുള്ള കുഴപ്പമാണ് എന്ന് പറയുക മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് BJP ഒരു വലിയ പരസ്യം കൊടുക്കുകയും ആ പരസ്യം ഗവൺമെന്റിന്റെ പിടിപ്പ് കേടുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചതെന്ന് പറയുകയും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നതെങ്ങനെയാണ് തെറ്റാകുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, അതായത് നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടോ എന്ന് പറയുന്ന ചോദ്യത്തിന് ഇത് തന്നെയല്ലേ ഉണ്ടായത്. ഈ കഴിഞ്ഞ തവണ നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഫൈറ്റർ ജെറ്റുകൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പല ഗവൺമെൻറ് ഒഫീഷ്യൽസും സമ്മതിച്ചിട്ടുണ്ട്. ഒരു യുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നഷ്ടവുമില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റില്ല, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ചോദിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പറയുന്ന ലെവലിലേക്കുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ദേശീയത വികാരം ഉണർത്താനും ഒക്കെ ആ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയമായി നേരിടുകയേ പറ്റുള്ളൂ. ആരാണ് ആദ്യം ഇത് പറഞ്ഞതെന്നറിയാമോ? പറഞ്ഞത് ഇന്തോനേഷ്യയിലെ ഈ പറയുന്ന പോലെ നേവൽ അറ്റാഷെ ആയിട്ടുള്ള ശിവകുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് ആദ്യം തന്നെ എന്ത് ചെയ്ത് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഇന്ത്യൻ സൈനിക മേധാവി അനിൽ ചൗഹാൻ ഇത് ബ്ലൂംബർഗിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഇത് പല ഉദ്യോഗസ്ഥന്മാരും അതുപോലെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് കാശ്മീരിലെ തന്നെ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള അദ്ദേഹം പുറത്തു വന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ഗവൺമെന്റിന് സുരക്ഷാ വീഴ്ച ഉണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഈ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത്തരം മുഴുവൻ കാര്യങ്ങളും തീർച്ചയായിട്ടും പലപ്പോഴും പബ്ലിക്കിനോട് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനു മുമ്പുണ്ടായ ഗവൺമെന്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷിബിലി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയും അദ്ദേഹത്തോട് ഒരു പരിധി വരെയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യാത്തത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് 100 സീറ്റുകൾ തികച്ചില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അതായത് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് നിലനിന്ന പാർട്ടിക്ക് സീറ്റുകൾ തികച്ചില്ലാത്തതും
കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഒറ്റക്ക് നിൽക്കുകയും അതിന്റെ നേതാവായി മാറുകയും രാഹുൽ ഗാന്ധി ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ തോതിൽ പ്രചരണം നടത്തുമെന്ന് മനസ്സിലായാൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അംഗീകാരം കൊടുക്കാനും പല കാര്യങ്ങൾ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഒരു പരിധി വരെ പ്രതിപക്ഷ നേതാവിനോടൊക്കെ ഷെയർ ചെയ്യാനും തയ്യാറാകും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയണം, അതിന് കുറച്ചുകൂടി മച്യൂരിറ്റിയും കുറച്ചുകൂടി നല്ല ഉപദേശങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി എടുക്കണം. രാഹുൽ ഗാന്ധി ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ പപ്പു എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്, ഷെഹസാദ് എന്ന് പറയുന്ന രാജകുമാരൻ എന്ന് വിളിച്ച് കളിയാക്കി കൊണ്ടിരുന്നതാണ്. അതിൽ നിന്നൊക്കെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു, പുറത്ത് കടന്നിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവനയാണെങ്കിലും മറ്റു പല പ്രസ്താവനകളിലൊക്കെ ആണെങ്കിലും അതിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ദീപാങ്കർ മേത്ത പോലും നിങ്ങളിത് പാർലമെൻറ്റിൽ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? പാർലമെൻറ്റിൽ ചോദിച്ചാൽ ഡിഫമേഷൻ കേസ് എടുക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ നിയമസഭക്കകത്തോ പാർലമെൻറ്റിലോ ആണ് പറയുന്നതെങ്കിൽ എന്തും അവർക്ക് ധൈര്യം പൂർവ്വം വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫമേഷൻ കേസിന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കോടതി കൂടി ഒന്ന് ഉപദേശിക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ദീപാങ്കർ മേത്ത BJPയുടെ ആളാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഉണ്ടായി, വീര സവർക്കറെ കുറിച്ച് പ്രസ്താവന ഉണ്ടായതൊക്കെ പറയുന്നത് തെറ്റാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു മച്യൂരിറ്റിയിലേക്കാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ പോകേണ്ടത്.